അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ എന്ന പേരിൽ തന്നെ ഇറക്കുന്ന ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും മെറ്റീരിയലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് പഠിച്ച തിയറി അതെങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ അഡോപ്റ്റ് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, ഓരോ ചോദ്യവും അധ്യാപകൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ആൻസറിലേക്ക് കുട്ടികൾ എത്തിക്കുക ചെയ്യും. ഇവർക്ക് ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അവർക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇ ലേണിംഗ് ആപ്പിൽ ഇതിൻ്റെ വീഡിയോ സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കുന്നു. അടുത്ത സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ പ്രധാനമായിട്ടും ക്ലാസ്സിനെ ബേസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ലെക്ചർ നോട്ടാണ്. എക്സാമിനോട് അടുക്കുമ്പോൾ പ്രത്യേകിച്ച് മോഡൽ എക്സാം ഒക്കെ വരുമ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ബുക്കാണ് നമ്മുടെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയും ബയോളജിയുടെയും ബ്രെയിൻ പോയിന്റ്. എല്ലാ രസക്കൂട്ടുകളും ചേർന്നത് തന്നെയാണ് പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. ഹായ് ഓൾ, ടാർഗറ്റ് നീറ്റ് 2026 വിത്ത് ബ്രില്യൻറ്റ് റിപ്പീറ്റേഴ്സ് 2026 നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്റ്റഡി മെറ്റീരിയലായിട്ട് 27 ബുക്കുകളാണ് ലഭിക്കുക. ഇവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെയാണ് ഈ സ്റ്റഡി മെറ്റീരിയൽ അടങ്ങിയിരിക്കുന്നത്, ഇത് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ പഠനത്തിൽ എത്രത്തോളം സഹായിക്കും, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിജയിച്ചവരും പഠിച്ചവരുമൊക്കെ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചത്, ഈ മേഖലയിൽ വർഷങ്ങളായിട്ട് എൻട്രൻസിൻ്റെ മേഖലയിൽ ഫാക്കൽറ്റി ആയിട്ടും കോർഡിനേറ്ററായിട്ടും ഒക്കെ വർക്ക് ചെയ്ത് ജോസഫ് സാർ തന്നെ നമ്മളോടുള്ളത്. സാർ, സ്റ്റഡി മെറ്റീരിയൽ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ഉൾപ്പെടെയുള്ള നോട്ടുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഏതൊക്കെ സെക്ഷനുകളാണ് സ്റ്റഡി മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമുക്ക് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും 27 സ്റ്റഡി മെറ്റീരിയലാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. അത് ഈ പാക്കേജിൻ്റെ ഭാഗം തന്നെ, ഈ പാക്കേജിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ കോഴ്സിൻ്റെ ഭാഗമാണിത്. ഓക്കെ, എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മളിത് കൊടുക്കുന്നു. നമ്മുടെ എല്ലാ സ്റ്റഡി മെറ്റീരിയലും ബ്രില്യൻറ്റിലെ, നമുക്കറിയാം ബ്രില്യൻറ്റിലെ അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മിടുക്കരായ അധ്യാപകരാണ്. അവർ പ്രത്യേകമായി വർക്ക്ഷോപ്പുകൾ നടത്തി തയ്യാറാക്കി ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ നടത്തി റെഡിയാക്കിയ മെറ്റീരിയലാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. അത് ഓരോ വർഷം നമ്മൾ ഏറ്റവും അപ്ഡേറ്റ് ചെയ്യുന്നു, ഓരോ വർഷവും നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ തലേവർഷത്തെയും മുൻവർഷങ്ങളെയും എൻട്രൻസിൻ്റെ റേഞ്ചുകൾ മനസ്സിലാക്കി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. ശരി. അത് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ക്ലാസ്സുകളിലാണ് ഇത് വിദ്യാർത്ഥികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ക്ലാസ് തുടങ്ങുന്ന ഫസ്റ്റ് ഡേയിൽ തന്നെ നമ്മളിത് കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങും. ശരി. അവർക്കിത് ഹോസ്റ്റലിൽ ഉപയോഗിച്ചിട്ട് ടൈം ടേബിൾ അനുസരിച്ച് അവർ ക്ലാസ്സിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിൽ ആദ്യത്തെ ഇവർ സ്ഥിരം നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുവരേണ്ട മെറ്റീരിയൽ, പഠിപ്പിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? നമുക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ എന്ന പേരിൽ തന്നെ ഇറക്കുന്ന ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും മെറ്റീരിയലാണ്. അത് ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അന്ന് പഠിപ്പിച്ച ഭാഗത്തെ അടിസ്ഥാനമാക്കി ക്ലാസ്സിൽ കുട്ടികൾക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ പഠിപ്പിച്ച സെയിം പോർഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് അതേ ഓർഡറിൽ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് പഠിച്ച തിയറി അതെങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ അഡോപ്റ്റ് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, അങ്ങനെ അതിൻ്റെ എല്ലാ റേഞ്ചും ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി പല റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നതാണ് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ. തിയറിയും ഉണ്ട്, ക്വസ്റ്റ്യൻസും ഉണ്ട്. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, എൻട്രൻസ് ഓറിയൻറ്റഡ് ആയ അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടെയുള്ള. അതിനകത്ത് കീയും ഹിന്റുകളും ഉണ്ടോ, അതോ അത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ തന്നെ തയ്യാറാക്കേണ്ട നോട്ടുകളാണോ? അത് ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഡിസ്കസ് ചെയ്ത് കുട്ടികൾക്ക് ആൻസറിലേക്ക് എത്തിക്കുകയോ ചെയ്യുന്നത്. ഓരോ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഓരോ ചോദ്യവും അധ്യാപകൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ആൻസറിലേക്ക് കുട്ടികൾ എത്തിക്കുകയോ ചെയ്യും. അങ്ങനെ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. അതോടൊപ്പം അതേ ദിവസം അന്ന് കുട്ടി പഠിച്ച ഭാഗത്തെ ബേസ് ചെയ്ത് കുട്ടി മനസ്സിലാക്കിയ കാര്യങ്ങൾ കുട്ടിക്ക് ഹോസ്റ്റലിൽ പോയി സ്വന്തമായിട്ട് സെൽഫ് പ്രാക്ടീസ്, അതിനാണ് നമ്മൾ അടുത്ത മെറ്റീരിയൽ നമ്മുടെ വർക്ക് ബുക്ക്. അതാണ് ഏറ്റവും കൂടുതൽ ചെയ്ത് നോക്കേണ്ടത്. കുട്ടിക്ക് സ്വന്തമായിട്ട് വീട്ടിൽ പോയി വർക്ക് ചെയ്ത് പഠിക്കാനുള്ള അവസരം. അത് പല ലെവലിൽ തന്നെയുള്ള ചോദ്യങ്ങൾ, പല റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അതിന് പറയുക, നമ്മുടെ വർക്ക് ബുക്ക്. സാറേ, വർക്ക് ബുക്ക് നമുക്ക് കൃത്യമായിട്ട് ഇന്നത് ഇത്രത്തോളം ചെയ്യണമെന്നുള്ളത് ക്ലാസ് മെന്റർ കുട്ടികളോട് പറയുകയും ചെയ്യുന്നുണ്ട് അല്ലേ? ഇത്രത്തോളം വർക്ക് ബുക്ക് നിങ്ങൾ ഇന്ന ദിവസം ചെയ്യണം എന്നുള്ളത് പറയുകയും ചെയ്യുന്നുണ്ട്. അത് ക്ലാസ് ടീച്ചർ ഇന്ന് പഠിപ്പിച്ചതിനെ ബേസ് ചെയ്ത് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഹിൻറ്റും എക്സ്പ്ലനേഷനും ഒക്കെ എഴുതി പിറ്റേ ദിവസം ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പം ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്, ചെയ്തേ പറ്റൂ. അപ്പം അവർ ചെയ്ത എല്ലാ കുട്ടികളും അത് നിർബന്ധിക്കേണ്ട കാര്യമില്ല. കുട്ടികൾ ഏറ്റവും താല്പര്യത്തോടെയാണല്ലോ വരുന്നത്, അവർ തീർച്ചയായിട്ടും ചെയ്യും. അതോടൊപ്പം നമുക്കവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവർക്ക് ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അവർക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇ ലേണിംഗ് ആപ്പിൽ ഇതിൻ്റെ വീഡിയോ സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോന്നിൻ്റെയും തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ സൊല്യൂഷൻ, ഓരോ ക്വസ്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ്
അപ്പോൾ അവരെ സംബന്ധിച്ച് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ്, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ അവർക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം അവർ ക്ലാസ്സിൽ പഠിച്ചതാണ്, അവർ ക്ലാസ് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇൻ കേസ് ഇനി അവർക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു വന്നപ്പോൾ ഡൗട്ട്, അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അത് അവിടെ സ്റ്റക്കായി നിൽക്കേണ്ട കാര്യമില്ല. അപ്പോഴാണ് ഈ ലേണിംഗ് ആപ്പ് ഒന്ന് ഓൺ ചെയ്ത് അതിനകത്ത് ആ ടോപ്പ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയാൽ അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് അപ്പോൾ തന്നെ മുന്നോട്ട് പോകാവുന്ന കാര്യമുള്ളൂ. ആ ഒരു സൗകര്യം നമ്മുടെ മെറ്റീരിയലുണ്ട്. ശരി. അപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾ തന്നെത്താൻ ചെയ്ത് പഠിക്കേണ്ടത് വർക്ക് ബുക്ക് ആണെന്നുള്ള കാര്യം ഓർമ്മയിലിരിക്കട്ടെ. അത് കൃത്യമായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് തന്നെ ക്ലാസ് മെൻറ്റർ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കുകയും ചെയ്തോളൂ. ശരി. പിന്നെ സാറേ, എന്താണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ അടുത്ത ഒരു ഇതായിട്ട് നമുക്ക് അടുത്ത സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ പ്രധാനമായിട്ടും ക്ലാസ്സിനെ ബേസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ലെക്ചർ നോട്ടാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും ലെക്ചർ നോട്ട്. ശരി. കുട്ടികൾ ക്ലാസ്സിൽ യഥാർത്ഥത്തിൽ എഴുതുന്നുണ്ട്. പ്ലസ് കൂടാണ്ട് അവർക്ക് ഇൻ കേസ് ഒരു പോയിന്റ് എഴുതാൻ പറ്റിയില്ല, ഇനി അതുപോലെ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നു, എല്ലാ കണ്ടന്റും കിട്ടിയോ എന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ ലെക്ചർ നോട്ട്, പക്ഷേ നമ്മൾ ലെക്ചർ നോട്ടാണ്, പക്ഷേ നമ്മൾ പ്രിന്റ് ചെയ്ത് നമ്മൾ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. 3 സബ്ജക്റ്റിൻ്റെയും അത് ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും നമ്മൾ ആ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യണം. അത് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചാപ്റ്ററിനെ മനസ്സിലാക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് സഹായിക്കും. അതോടൊപ്പം ക്ലാസ്സിൽ നോട്ട് എഴുതി ഒത്തിരി സമയം കളയേണ്ട ആവശ്യമില്ല, പിള്ളേർക്ക് അപ്പോൾ എളുപ്പമുണ്ട്. ലെക്ചർ നോട്ട് അവർ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ എഴുതാം, പ്ലസ് ഒത്തിരി ഡീറ്റെയിൽ ആയ കാര്യമാണെങ്കിൽ അവർക്ക് ലെക്ചർ നോട്ടിലുണ്ട്, അപ്പോൾ അത് അവർക്ക് റെഫർ ചെയ്യുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ മോഡൽ പരീക്ഷയ്ക്ക് സമയത്ത് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നത് തീർച്ചയായിട്ടും, കാരണം ഇത് പ്രിന്റഡ് സാധനം അവരുടെ കയ്യിലുണ്ട്. അവർക്ക് ധൈര്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഏത് പോയിന്റും പെട്ടെന്ന് തന്നെ സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കും. സിമ്പിൾ, അതാണ് നമ്മുടെ അധ്യാപകർ തന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഡിസ്കസ് ചെയ്ത് വർക്ക്ഷോപ്പ് നടത്തി തയ്യാറാക്കിയിരിക്കുന്ന മെറ്റീരിയലാണ് ലെക്ചർ നോട്ട്. ശരി. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്താണ് വിദ്യാർത്ഥികൾക്കായിട്ട് 27 സ്റ്റഡി മെറ്റീരിയൽ പാക്കേജിലുള്ളത്? നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിനെ ബേസ് ചെയ്ത് സ്റ്റഡി പാക്കേജ് ആണ്. നമ്മുടെ വളരെ ഡീറ്റെയിൽഡ് ആയ പ്രിന്റഡ് മെറ്റീരിയലാണ് നമ്മുടെ സ്റ്റഡി പാക്കേജ്. അപ്പം അതിനകത്ത് വളരെ വിശദമായിട്ട് നമ്മുടെ NCERT-ലെ കണ്ടന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് ഇട്ടിട്ടുണ്ട്. സ്റ്റഡി പാക്കേജ് അവർക്ക് വായിക്കാം. അഡീഷണൽ എന്തെങ്കിലുമൊക്കെ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുണ്ടെങ്കിൽ അത് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ അതിനകത്ത് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു ബുക്കാണ് നമ്മുടെ സ്റ്റഡി പാക്കേജ്. ഇത് ഇവർക്ക് ഡെയിലി റൂട്ടീനിൽ തന്നെ വരുന്നതാണ് സ്റ്റഡി പാക്കേജ്. ആ ടോപ്പിക്ക് തീരുമ്പോഴത്തേക്കും അവർക്ക് വായിച്ചു തുടങ്ങാം. ടോപ്പിക്ക് എടുത്ത് തീരാറാകുമ്പോഴത്തേക്കും വായിച്ചു തുടങ്ങി കംപ്ലീറ്റ് ആക്കാം. അപ്പം തീർച്ചയായിട്ടും ക്ലാസ്സുകൾ തീരുന്ന മുറയ്ക്ക് തന്നെ അവർക്കൊരു റിവിഷൻ്റെ ഇതും ഉപയോഗിക്കപ്പെടാനായിട്ട് സ്റ്റഡി പാക്കേജ് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഒരു ഈസി ആക്സസ് ആയിട്ട് ഒരു ചാപ്റ്ററിനെ പെട്ടെന്നൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒക്കെ അതിനുള്ള ഒരു എന്താണ് ഒരു ഉപാധി നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ? നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾക്ക് പിന്നെ ബ്രെയിൻ പോയിന്റർ പിള്ളേർ എക്സാമിനോട് അടുക്കുമ്പോൾ, പ്രത്യേകിച്ച് മോഡൽ എക്സാം ഒക്കെ വരുമ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ബുക്കാണ് നമ്മുടെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയും ബയോളജിയുടെയും ബ്രെയിൻ പോയിന്റർ. തീർച്ചയായിട്ടും, കാരണം നമ്മുടെ വീക്കിലി എക്സാം വരുമ്പോൾ ഒരാഴ്ചത്തെ സാവകാശമുണ്ട് ഓരോ ചാപ്റ്ററുകളും പഠിക്കാനായിട്ട്. പക്ഷെ മോഡലുകൾ വരുമ്പം 2-3 ദിവസത്തിനുള്ളിൽ 9-10 ചാപ്റ്ററുകൾ പഠിക്കണം. അപ്പോൾ അവർക്കെല്ലാം പെട്ടെന്ന് റിവിഷൻ ചെയ്യാം. ഒരു ഷോർട്ട് നോട്ടിൻ്റെ പ്രയോജനം ചെയ്യുന്ന മെറ്റീരിയലാണ് നമ്മുടെ ബ്രെയിൻ പോയിന്റർ. ആ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഷോർട്ട് നോട്ട് അതാത് ദിവസങ്ങൾ തയ്യാറാക്കാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചും അപ്പം നാളെ ഒരു എക്സാം എഴുതാൻ പോവുകയാണ്, അപ്പോൾ ആ ടോപ്പിക്കിലെ മെയിൻ കണ്ടന്റ് ഏതൊക്കെയാണ് ഇന്ന് കുട്ടികൾ സംശയം ഉണ്ടെങ്കിൽ ആ ബ്രെയിൻ ബോർഡ് എടുത്ത് പോയി കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൻ്റെ മെയിൻ കണ്ടന്റിലൂടെ അങ്ങ് കടന്നു പോകാം. അപ്പം മെയിൻ കണ്ടന്റ് വായിച്ചു പോകുന്ന കുട്ടിയെ സംബന്ധിച്ച് അവൻ നേരത്തെ വീക്ക്ലി എക്സാമിനും നോർമൽ ക്ലാസ് ഡേയ്സിലും ഒക്കെ അവൻ എന്ത് പഠിച്ചോ അതെല്ലാം അവൻ്റെ മനസ്സിൽ ഈ ബ്രെയിൻ ബോർഡൊക്കെ വായിച്ചു പോകുമ്പോൾ എല്ലാം പെട്ടെന്ന് ഒന്ന് ആക്റ്റീവായി വരും. അപ്പോൾ അങ്ങനെ ഡോർമെൻ്റ് മെമ്മറി വളരെ ആക്റ്റീവായി വരും. അപ്പോൾ അവന് പിറ്റേ ദിവസം ഏറ്റവും കോൺഫിഡൻസോടെ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ എക്സാമിന് അടുത്ത് വരുമ്പോൾ അവനെ സംബന്ധിച്ച് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്നൊരു ബുക്കാണ് നമ്മുടെ ബ്രെയിൻ പോയിന്റ്. അത് 3 സബ്ജക്റ്റിലുണ്ട്. ശരി. പിന്നെ ഇവർക്ക് ഇത്രത്തോളം ചാപ്റ്ററുകൾ, ഏതാണ്ട് 81 ചാപ്റ്ററുകൾ കടന്നു പോകുമ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു, അത് ഏതൊക്കെ രീതിയിൽ ചോദിച്ചു, അതിൻ്റെ ഒരു ഉത്തരം ഒരു എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് ഇവർക്ക് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഒരു മെറ്റീരിയൽ സാറേ, അത് എത്രത്തോളം വർഷത്തെ ഇപ്പം നീറ്റ് തുടങ്ങിയത് നമുക്ക് 2012 ശേഷമൊക്കെയാണ് നീറ്റ് തുടങ്ങിയത്. അതിനു മുമ്പ് AIPMT എന്നൊക്കെ ആയിരുന്നു. അപ്പം അത് എയിംസ്, ജിപ്മർ, കേരള മെഡിക്കൽ പല വിധത്തിലുള്ള എൻട്രൻസ് ആയിരുന്നു. അപ്പം ആ ലെവലിലൊക്കെ ഉള്ള ചോദ്യങ്ങൾ അതിനകത്ത് നമ്മൾ 18 വർഷം പുറകോട്ട് അവിടെ മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ നാളത്തെ അടുത്ത എക്സാമിന് ചോദിക്കുമെന്ന മീനിങ്ങിലല്ല, പക്ഷേ ആ ക്വസ്റ്റ്യൻസ് അന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിച്ചിരുന്നു അല്ല എൻട്രൻസിൻ്റെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഏതാണ് വരുന്നത് എന്ന് ഇത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് ഇനി എങ്ങനെ പഠിക്കണം, ഇനി ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അപ്പം ഇതുപോലെ ഇവിടുന്നും ഒരു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയില്ലേ എന്നൊക്കെ കുട്ടിയെ എന്നൊക്കെ കുട്ടിക്കൊരു ഐഡിയ കിട്ടുന്നത് തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്ത് നോക്കണമെന്ന് തന്നെ നമ്മൾ പറയാറുണ്ട് അല്ലേ? കാരണം ഒരു പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് എപ്പോഴും
പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കൊടുക്കുന്നത് ചാപ്റ്റർ വൈസ് ആണ്, അല്ലാതെ ഓൾ യൂണിറ്റ് അല്ല. അപ്പോൾ ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ കിട്ടുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് ഓരോ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോഴും ആ ചാപ്റ്റർ കഴിയുമ്പോൾ അവൻ ഇതെടുത്ത് നോക്കുമ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങൾ എങ്ങനെ ചോദിച്ചിരുന്നു എന്നൊരു പൂർണ്ണ ഐഡിയ കിട്ടും. തീർച്ചയായിട്ടും, കാരണം എത്രത്തോളം നമുക്കത് ആഴത്തിൽ പഠിക്കാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അതിന് കൂടുതൽ ഡെപ്തിൽ ആ എൻട്രൻസിൻ്റെ ലെവലിലേക്ക് കുട്ടി ഉയരുക ചെയ്യും. ശരി ശരി. ഇപ്പം അങ്ങനെ 27 പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയലാണ് നമ്മുടെ പാക്കേജ് അനുസരിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് കൂടാണ്ട് ഒരെണ്ണോടെ ഉണ്ട്. ശരി ശരി. നമ്മുടെ അസേഷൻ റീസൺ മെറ്റീരിയൽ. ശരിയാണ്, തീർച്ചയായിട്ടും. കാരണം അസേഷൻ റീസൺ പല കുട്ടികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. ശരി ശരി. അപ്പം ആ അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് അവർ പ്രാക്ടീസ് ആവണം, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ കൂടുതലായിട്ട് അവർ ശ്രദ്ധ കൊടുത്ത് അസേഷൻ റീസണിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുവേണ്ടി തന്നെ ഒരു മെറ്റീരിയൽ വേറെ ഇറക്കി, ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും. അതാണ് അസേഷൻ റീസൺ. അപ്പോൾ അതിനകത്ത് ഓരോ ചാപ്റ്ററിലെയും 30, 40, 50 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ കൊടുത്തിരിക്കുകയാണ്. അപ്പം എത്ര ക്വസ്റ്റ്യൻസ് വരലും അവൻ അസേഷൻ റീസൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് ഈ മെറ്റീരിയൽ ഉണ്ടാവും. അപ്പം ആ ടൈപ്പും അപ്പം എല്ലാ രീതിയിലും എല്ലാ രസക്കൂട്ടുകളും ചേർന്നത് തന്നെയാണ് പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. നമ്മുടെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽ അസേഷൻസിന്റെ ക്വസ്റ്റൻസ് ഉണ്ട്, പ്ലസ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന ഇത് മെറ്റീരിയൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെയാണ് എല്ലാവരുടെ കയ്യിലും വൺ ടച്ച് ബ്രില്യൻറ്റ് ഇ ലേണിംഗ് ആപ്പ് കയ്യിലുള്ളത്. അതിനകത്ത് എന്തൊക്കെയാണ് ബ്രില്യൻറ്റ് ഇ ലേണിംഗ് ആപ്പിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്? നമ്മുടെ ഈ പറഞ്ഞ എല്ലാ സ്റ്റഡി മെറ്റീരിയലിൻ്റെയും ഒരു കൺക്ലൂഷൻ ഉൾപ്പെടുന്ന വലിയൊരു ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്നത് വിശേഷിപ്പിക്കാവുന്ന സംവിധാനമാണ് നമ്മുടെ ഇ ലേണിംഗ് ആപ്പ്. ഇ ലേണിംഗ് ആപ്പിൽ നമുക്കറിയാം നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ 81 ചാപ്റ്ററിൻ്റെയും പ്രൊഫസർമാരുടെ ക്ലാസ്സുകൾ, പല അധ്യാപകരുടെ ക്ലാസ്. കാരണം കുട്ടിയെ സംബന്ധിച്ച് ഏത് ഫാക്കൽറ്റിയുടെയാണ് ഇഷ്ടപ്പെടുന്നത് ആ ഫാക്കൽറ്റിയുടെ കാണാൻ വേണ്ടിയിട്ട് 3-4 പ്രൊഫസേഴ്സിൻ്റെ ക്ലാസ്, ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ്, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ ക്വസ്റ്റ്യൻസ്, പിന്നെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തിരിച്ച് ക്വസ്റ്റ്യൻസ്, പിന്നെ ഓൾ യൂണിറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർ, വീഡിയോ സൊല്യൂഷൻസ്, പിന്നെ കസ്റ്റമൈസ്ഡ് എക്സാമിനുള്ള സംവിധാനങ്ങൾ, അവർക്ക് തന്നെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്ത് കസ്റ്റമൈസ്ഡ് എക്സാം കുട്ടിക്ക് ഡിസൈൻ ചെയ്ത് തരാനുള്ള സംവിധാനങ്ങൾ, AI സംവിധാനത്തോടു കൂടിയ ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി. അങ്ങനെ ഒരു കുട്ടിക്ക് എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വേണമെന്ന് കുട്ടി ആഗ്രഹിക്കുന്നോ അതെല്ലാം അവൻ്റെ വിരൽത്തുമ്പിൽ നമ്മുടെ ഇ ലേണിംഗ് ആപ്പിൽ. തീർച്ചയായിട്ടും ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ചും വളരെ ഡെപ്ത് ഉള്ള ഒരു ചാപ്റ്റർ പഠിക്കുമ്പം ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ അവന് വേണ്ട ആ പോയിന്റ് മാത്രം, അത് ചിലപ്പോൾ ഒരു 20 മിനിറ്റുള്ള കണ്ടന്റ് ആയിരിക്കാം, അത് മാത്രം എടുത്തൊന്ന് കേൾക്കണമെന്ന് തോന്നിയാൽ ഏറ്റവും കൂടുതൽ അവൻ ആശ്രയിക്കുന്നത് ഇ ലേണിംഗ് ആപ്പിനെ ആയിരിക്കും. റെഫറൻസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും അവർ ഇ ലേണിംഗ് ആപ്പ് ആയിരിക്കും. കാരണം നമ്മുടെ ക്യാമ്പസ് എല്ലാം വൈഫൈ കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ ടാബ് പ്രൊവൈഡ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അവന് റെഫറൻസ് ടൈമിൽ ഒരു ഡൗട്ട് തോന്നി, അവനോടനെ ഈ ടാബിൽ നോക്കിയാൽ ഈ ക്ലാസ് കാണുന്നതിലൂടെ അല്ല ആ പർട്ടിക്കുലർ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് കാണുന്നതിലൂടെ അവൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യപ്പെടുക. അവനെ സംബന്ധിച്ച് സമയം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമില്ല. അതിന് ഇമ്മീഡിയറ്റ് എൻ്റെ സൊല്യൂഷനിലേക്ക് കുട്ടി എത്തുക ചെയ്യുന്നത്. അപ്പം ഏറ്റവും എഫക്റ്റീവായിട്ട് ഈ ഒരു വർഷത്തെ ഒരു പാക്കേജിൽ ഇതെല്ലാത്തിലൂടെയും വിദ്യാർത്ഥി കടന്നു പോകുന്നുണ്ട്. അത് ടൈം അനുസരിച്ച് തന്നെ ക്ലാസ് മെൻറ്റർ പറഞ്ഞു കൊടുക്കും, ഇന്ന മെറ്റീരിയൽ പഠിക്കണം. അല്ലാതെ നമ്മൾ തന്നെ ഒരു ഇതായിട്ട് നമുക്കിത് ഏത് പഠിക്കണം ഏത് പഠിക്കേണ്ട എന്നൊരു സംശയം തോന്നുമല്ല. ക്ലാസ് മെൻറ്ററും കോർഡിനേറ്ററും അവരെ സഹായിക്കും, ഇന്ന രീതിയിലാണ് പഠിക്കേണ്ടത്, ഇന്ന കാര്യങ്ങൾ നോക്കിയിട്ട് വരണം എന്നുള്ളത് കൃത്യമായിട്ടൊരു ഗൈഡൻസ് കിട്ടും. കാരണം നമ്മൾ ഓരോ മെറ്റീരിയലും നമ്മൾ വെച്ചിരിക്കുന്നതിന് ബ്രില്യൻറ്റിന് അതിൻ്റെ ഡയറക്ടേഴ്സിന് പ്രൊഫസേഴ്സിന് കൃത്യമായ പ്ലാനുണ്ട്. ആ പ്ലാനാണ് നമ്മൾ കുട്ടികളെ അറിയിക്കുന്നത്. അതനുസരിച്ച് കുട്ടി വർക്ക് ചെയ്യുമ്പോൾ ബ്രില്യൻറ്റോടൊപ്പം ചേർന്ന് നിന്ന് അവർ എൻട്രൻസിൻ്റെ റേഞ്ചിലേക്ക്, നീറ്റിൻ്റെ റേഞ്ചിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അതിന് കൂടാതെയാണ് വീക്കിലി എക്സാമുകളും NCERT ലെവൽ എക്സാമുകൾ, യൂണിറ്റ് എക്സാമുകൾ, മോഡൽ എക്സാമുകളായിട്ട് ഇവിടുന്ന് തന്നെ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു കളക്ഷൻ തന്നെ വേറെ. തീർച്ചയായിട്ടും. കാരണം ഏതാണ്ട് 100 കണക്കിന് ചോദ്യങ്ങളിലൂടെയും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളിലൂടെയാണ് വിദ്യാർത്ഥി 2026 മെയ് മാസത്തിലോട്ട് എത്തുന്നത്. അപ്പം കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ്, സ്റ്റഡി പാക്കേജിലെ ക്വസ്റ്റ്യൻസ്, അസേഷൻ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ്, ഇ ലേണിംഗ് ആപ്പിലെ ലെവൽ 1, ലെവൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഒരു കുട്ടി ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന് നമ്മുടെ എല്ലാ മെറ്റീരിയലും ഇൻക്ലൂഡിങ് ഇ ലേണിംഗ് ആപ്പിൽ എന്തോരോ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള അവസരം, ഓരോ ചാപ്റ്ററിനെയും ചാപ്റ്റർ വൈസ് വേണമെങ്കിൽ അങ്ങനെ, ഓൾ യൂണിറ്റ് വേണമെങ്കിൽ അങ്ങനെ, നിരവധി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ, ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള അവസരമാണ് നമുക്ക്. തീർച്ചയായിട്ടും. അത് കൃത്യമായിട്ട് ടൈം പാക്കേജിലൂടെയാണ്, കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതും അതിൻ്റെ ഒരു ടൈമും ഒരു മോണിറ്ററിങ്ങും ഒക്കെ ബ്രില്യൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അപ്പം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് കൂടി ഞങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ ഒരു സ്റ്റഡി മെറ്റീരിയലിലൂടെ. അപ്പം നിങ്ങൾ ക്ലാസ്സിൽ വരുന്ന ആദ്യത്തെ ദിവസം തന്നെ ഈ പ്രിൻറ്റഡ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലെത്തും. അതുപോലെ ഇ ലേണിംഗ് ആപ്പും ആക്റ്റീവ് ആകും. നിങ്ങൾക്കത് ക്യാമ്പസിലും ഹോസ്റ്റലിലും തീർച്ചയായിട്ടും ഏറ്റവും ഉപകാരപ്പെടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് 2026 നീറ്റ് എക്സാമിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് അതിവേഗം എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ബൈ. താങ്ക് യു.
താങ്ക്സ്.